ഇനി പയ്യന്നൂരിലെ കുന്നുരുവിൽ ധൻരാജിന്റെ ഭാര്യയെ കാണാനുള്ള യാത്ര. മാടായിപ്പാറയും പഴയങ്ങാടിയും പിന്നിട്ട് കുന്നുരുവെത്തി. ചെറുപ്രായത്തിൽ വൈധവ്യം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ നൊമ്പരവുമായി സജിനി. ധനരാജിന്റെ അമ്മാവന്റെ വീട്ടിലാണ് ഞങ്ങൾ സജിനിയെ കണ്ടത്. പ്രാണനെപ്പോലെ സ്നേഹിച്ച ഭർത്താവ് കൺമുന്നിൽ വെട്ടേറ്റു വീഴുന്നത് കണ്ടതിന്റെ അമ്പരപ്പ് ഇന്നും സജിനിയുടെ കണ്ണുകളിലുണ്ട്. 34-ാം വയസ്സിൽ ജീവിതത്തിൽ തനിച്ചാക്കി ഭർത്താവ് പോയപ്പോൾ പകച്ചുപോയെന്ന് സജിനി ഓർക്കുന്നു. മക്കളും ഭർത്താവിന്റെ അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഭാരം സ്വന്തം ചുമലിലേറ്റി ഈ ചെറുപ്പക്കാരി. ആ ഒരു രാത്രി ചിന്തിക്കാത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ല. എൻ്റെ ഏട്ടനും അമ്മയും ഞാൻ അതിലെപ്പോഴും വിചാരിക്കും എങ്ങനെ അതെല്ലാം തരണം. നമ്മിപ്പോൾ എൻ്റെ രണ്ട് മക്കളെന്ന് വെച്ചിട്ട് ഞാൻ ജീവിക്കുന്ന അത് അവർ മോനിലൊരു പ്രതീക്ഷ. അത്ര വയസ്സായിട്ട് 41 വയസ്സ്. അത് ഞാൻ പിന്നെ വീട്ടിലൊന്നും അതില്ലാത്തൊരു വിഷമമായിരിക്കും. കുഞ്ഞുങ്ങള് എങ്ങനെയാ ഈ ദുരന്തത്തെ അവര് കടന്നോ? അവര് ചോദിക്കാറുണ്ടോ? ദിവസം ചോദിക്കും. ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ അവർക്ക് എന്താ? വലിയ മോനെല്ലാം ശരിക്കും പറയാം, ചെറിയ മോനെ ഒന്നും അത്ര വലിയ ഇതില്ല. അവനിപ്പം എൻ്റെ അച്ഛൻ ദുബായിലാന്ന് എന്തെല്ലോ പറയും. അവനതിന് ഇതുവരെ ഇതായിട്ടാ അന്ന് തിരിച്ചറിഞ്ഞിട്ടാ. ഞാനൊന്നും പറയില്ല. പക്ഷെ അവന് കുറേ കാര്യങ്ങളെല്ലാം അറിയാം. അവൻ ഇടയ്ക്കലിങ്ങനെ പറയും, എന്തെങ്കിലും ഞാൻ ചീത്ത പറയുമ്പോൾ എല്ലാം എന്നോട് പറയും, എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. മറ്റേ ആൾ പിന്നെ വല്ലാത്തൊരു വിഷമം തന്നെയാണ്. എൻ്റെ മൂത്ത മോൻ അവരാണ് ഭയങ്കര ഇവനുമായിട്ട് അത്രലായിട്ട് 2 വയസ്സല്ലേ അച്ഛൻ മരിക്കുമ്പോൾ. പക്ഷെ കുഞ്ചു അവനാണ് ഭയങ്കര ഇതാണ്. പാർട്ടി സഹായത്താൽ ലഭിച്ച ജോലിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ഇടയ്ക്കെല്ലാം ചിന്തിക്കലുണ്ട്, അവർക്കൊരു ഉപദ്രവിച്ചിട്ട് കാലോ കയ്യോ ഒരു വിധവയായിട്ട് ജീവിക്കുന്ന അവസ്ഥ കേൾക്കണ്ടായിരുന്നു എന്നുള്ളൊരു സങ്കടം. അത് വലിയ വേദന തന്നെയാണ്. എന്താ ജീവിക്കുന്നിപ്പം മക്കൾക്ക് വേണ്ടിയിട്ട്. നമുക്കിപ്പം ഇടയ്ക്കെല്ലാം ഞാൻ പേരിക്കണ്ട് ഒന്ന് ദേഷ്യം ഒരു ഷെയർ ചെയ്യാൻ ഒന്ന് ദേഷ്യം, അത് നമ്മളൊരു അതിനല്ല നമുക്കൊരു തുണ. അത് എല്ലാവരും ഉണ്ടാവുമല്ലോ ആ വേദന. മക്കൾക്ക് അമ്മ നഷ്ടപ്പെടും, മോൻ അത് അമ്മേൻ്റെ വേദന. പക്ഷെ ഒരു നമുക്കൊരു അത് തന്നെയാണ്. വേഗം യാത്ര പറഞ്ഞ് സജിനി മടങ്ങി. ധൻരാജിന്റെ അമ്മയും കൊച്ചുകുട്ടികളും മാത്രമാണ് വീട്ടിൽ. സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും സമയം കിട്ടാതെയുള്ള ഓട്ടം. കണ്ണൂരിലെ ഓരോ സംഘർഷങ്ങൾക്കിപ്പുറം